യാ റസൂലല്ലാഹ്, ഇഖ്ലാസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഇഖ്ലാസിനെ പറ്റി ഒന്ന് വിശദീകരിച്ചു തരുമോ റസൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? അബൂദർറേ, ജിബ്രീൽ വരട്ടെ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചിട്ട് പറയാ. ജിബ്രീൽ വന്നു, അഷ്റഫുൽ ഖൽഖ് ചോദിച്ചു, ജിബ്രീൽ മൽ ഇഖ്ലാസ്, എന്താണ് ഇഖ്ലാസ് എന്നൊന്ന് പറഞ്ഞു തരുമോ? ജിബ്രീൽ പറഞ്ഞു കൊടുത്തില്ല. ജിബ്രീൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഞാൻ മീകായിലിനോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാ. സഹോദരങ്ങളെ, മീകായിൽ വന്നു അലൈഹിസ്സലാം കടന്നു വരുമ്പോ ജിബ്രീൽ ചോദിച്ചു, എന്താണ് ഇഖ്ലാസ്? എന്റെ കളിത്തോടൻ ഹബീബ് ചോദിച്ചിരിക്കുകയാ. ഹബീബിനോട് തന്റെ പ്രിയപ്പെട്ട സദീർത്തിൻ ചോദിച്ചിരിക്കുകയാ. ആ സമയത്ത് മീകായിൽ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് പറയാ, ഞാൻ പടച്ചവനോട് ചോദിച്ചിട്ട് പറയാ. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് ചോദിക്കുന്നു മീകായിൽ എന്ന മലക്ക്, അല്ലാഹുവേ, ഇഖ്ലാസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അല്ലാഹു മീകായിലിനോട് പറഞ്ഞു, മീകായിൽ ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ ഹബീബിനോട് പറഞ്ഞു, ഹബീബ് തന്റെ പ്രിയപ്പെട്ട സഹാബി അബൂദറിനോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വിളിച്ചു പറഞ്ഞു, ഇഖ്ലാസ് എന്തെന്നറിയോ? അല്ലാഹ് പറഞ്ഞു, വത്ര അൽ ഇഖ്ലാസ് സിർറും മിൻ അസ്റാരി. ഇഖ്ലാസ് എന്ന് പറയുന്നത് എനിക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്, എനിക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് രഹസ്യമാണ്. ഊദിഉഹു ഖൽബ മൻ നശാഉ മിൻ ഇബാദി. എന്റെ അടിമകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുടെ കൽബിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതാ. എല്ലാവർക്കും അത് കിട്ടൂല, എല്ലാവർക്കും അത് കിട്ടൂല. ഈ ഏഴംകുളം മഹല്ലത്തിന്റെ പള്ളിയുടെയും മദ്രസയുടെയും ഇടയിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ, യുവാക്കളെ, എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നതല്ല ഇഖ്ലാസ്. അല്ലാഹുവിന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാണ് ഇഖ്ലാസ്. അത് ലോകത്തുള്ള എല്ലാവർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കുറെ ആളുകൾ സ്വർഗം വാങ്ങാൻ വേണ്ടി നിസ്കരിക്കുന്നുണ്ട്, കുറെ ആളുകൾ കള്ളുകുടിയിൽ നിന്ന്, പലിശയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന്, അതുപോലെ തന്നെ ലോട്ടറിയിൽ നിന്ന്, പരദൂഷണത്തിൽ നിന്ന് മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നരകത്തിന്റെ ഭീകരമായ കുണ്ടിൽ വീണു പോകുമോ എന്ന പേടിയുള്ളത് കൊണ്ടാ. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ അങ്ങനെയാണ്. ഇനി കുറെ ആളുകൾ, അല്ലാഹു എനിക്ക് കുടിക്കാൻ തന്നപ്പോ ഞാൻ അൽഹംദു പറയണ്ടേ, തിന്നാൻ തന്നതിന്റെ പേരിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യണ്ടേ, എനിക്ക് നടക്കാനുള്ള ആരോഗ്യം തന്നതിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കണ്ടേ. ആ ഒരു ചിന്തയിൽ നിസ്കരിക്കുന്ന, ഇബാദത്ത് എടുക്കുന്ന ആളുകൾക്കും അല്ലാഹു ഇഖ്ലാസ് കൊടുത്തിട്ടില്ല. തഖറബ ഇലല്ലാഹ്, അവന്റെ ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന അല്ലാഹുവിന്റെ സിർറ്, അവന്റെ രഹസ്യമായ എന്തോ ഒന്ന്, അതാണ് ഇഖ്ലാസ് എന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വല്ലാത്ത നിഗൂഢമായ ഒരു അനുഗ്രഹമാണ്, അത് ഗോപ്യമാണ്, നമുക്ക് കാണാൻ പറ്റൂല. എനിക്ക് ഇഖ്ലാസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ല. ഇത് സിർറും മിൻ അസ്റാരി, എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യമാണ് എന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് മീകായിൽ പറഞ്ഞതായിട്ട് ജിബ്രീൽ പറഞ്ഞതായിട്ട് ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞതായിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോ ജുനൈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അൽ ഇഖ്ലാസ് സിർറുൻ ബൈനല്ലാഹി വ ബൈനൽ അബ്ദ്, ഒരു ദാസന്റെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള രഹസ്യമാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതിന് 3 പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയണം. ഈ ഇഖ്ലാസിന് 3 പ്രത്യേകത
പ്രത്യേകതകളാണുള്ളത്. ആ 3 പ്രത്യേകതയും ഇഖ്ലാസിന്റെ വലിപ്പം കാണിക്കുകയാ, അതിന്റെ പൊലിമ കാണിക്കുകയാ, അതിന്റെ ജാജ്വല്യത കാണിക്കുകയാണ്, അതിന്റെ തിളക്കം നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. എന്താണ് ഇഖ്ലാസിന്റെ പ്രത്യേകത എന്നറിയോ? ലാ യഅലമുഹു മലക്കുൻ ഫയക്തുബാ. ഒരു മലക്കിന് പോലും അത് അറിയാൻ പറ്റൂല, എഴുതി പിടിപ്പിക്കാൻ ഒരു മലക്കിന് പോലും അറിയാൻ പറ്റാത്തതെന്നാണ് ഇഖ്ലാസ്. പിന്നീട് പറയുന്ന ഓരോ കാര്യങ്ങളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. ഒരു മലക്കിനും എഴുതി പിടിപ്പിക്കാൻ കഴിയാത്ത രഹസ്യമാണ്, ആ രഹസ്യമാണ് ഇഖ്ലാസ്. രണ്ടാമത്തെ പ്രത്യേകത വലാ ശൈത്താനുൻ ഫയുഫ്സിദ. ഒരു ശൈത്താനും അത് കാണാൻ പറ്റൂല, എന്നാൽ ആ ശൈത്താൻ അതിനെ പിഴപ്പിച്ചു കളയുമല്ലോ. ശൈത്താന് പിഴപ്പിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ ഇഖ്ലാസിനെ ശൈത്താന്റെ ഇടപെടൽ കൊണ്ട് വഴിതെറ്റിക്കാൻ പിഴപ്പിക്കാൻ കഴിയില്ല. വലാ ഹവനു ഫയുമീലഹു. ഒരിക്കലും അവന്റെ ദേഹേച്ഛയ്ക്കറിയാൻ പറ്റില്ല, എന്നാൽ അവനെ തെറ്റിച്ചു കളയും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു വിശാലമായ കാരുണ്യം അല്ലാഹു ഇഖ്ലാസിലല്ലാതെ വേറെ എന്തിനാ നൽകിയിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഇച്ഛകൾ, ജഡികേച്ഛകൾ, ദേഹേച്ഛകൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്നാ തെറ്റിച്ചു കളയാൻ സാധ്യതയുണ്ട്. ശൈത്താന് പോലും അറിയാൻ പറ്റില്ല, എന്നാൽ പിഴപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. ഒരു മലക്കിന് പോലും അറിയില്ല, എന്നാൽ എഴുതി പിടിപ്പിക്കാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനേക്കാളും അപ്പുറത്ത് അവാച്യമാണ്, അവർണ്ണനീയമാണ്, അതുല്യമാണ് പരിശുദ്ധമായ ഇഖ്ലാസം. മഹാനായ സയ്യിദുനാ ജുനൈദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഒരാളും നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കേണ്ടി വരില്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. ആർക്കും അറിയാൻ പറ്റില്ല ഇഖ്ലാസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയാൻ പോവാൻ, അള്ളാഹു എന്താണ് എന്ന് തിരിച്ചറിയാൻ പോവാൻ, അള്ളാഹു ആരാണ് എന്ന് തിരിച്ചറിയാൻ പോവുകയാണ്. ഇഖ്ലാസ് ഉണ്ടാകണം. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എടുക്കണം. എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അള്ളാഹുവേ എനിക്ക് നിന്റെ പൊരുത്തം, വേറെ ഒന്നും എനിക്ക് വേണ്ട, വേറെ ഒന്നും എനിക്ക് വേണ്ട. ആളുകൾ എന്തോ പറഞ്ഞോട്ടെ, ആളുകൾ എന്തോ പറയാതിരുന്നോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഒരിക്കൽ ഒരു മഹദി തന്റെ വലത് കൈയിൽ തീക്കട്ടയും ഇടത് കൈയിൽ പച്ചവെള്ളവുമായിട്ട് നടു റോഡിലൂടെ ഓടുകയാണ്. ആ മഹദിയുടെ ചരിത്രം പറയുന്നത്, ആളുകൾ ചോദിച്ചു, എന്താ നിന്റെ കയ്യിലിരിക്കുന്ന തീക്കട്ട കയ്യിൽ കരുതിയിരിക്കുന്നത് എന്തിനാണ്? അവര് പറഞ്ഞു, അള്ളാന്റെ സ്വർഗത്തിൽ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടെ അങ്ങ് കരിച്ചു കളയാൻ പോവാ ഞാൻ. ഇടത് കൈയിരിക്കുന്ന വെള്ളം എന്തിനാ? അത് നരകത്തിൽ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് നരകം അങ്ങ് കെടുത്തി കളയാൻ പോവാൻ. ആളുകൾ ചോദിച്ചു, വട്ടുണ്ടോ, ഭ്രാന്തുണ്ടോ? നിന്റെ കയ്യിരിക്കുന്ന ഈ തീക്കണൽ കൊണ്ട് കരിഞ്ഞു പോകാൻ മാത്രമുള്ളതാണോ പടച്ചവന്റെ സ്വർഗം? നിന്റെ കയ്യിലിരിക്കുന്നതായ പച്ചവെള്ളം ഒഴിച്ചാൽ കെട്ടുപോകാനുള്ളതാണോ പടച്ചവന്റെ നരകം? ആ സമയത്ത് ആ മഹദി പറഞ്ഞത്, പ്രതീകാത്മകമായിട്ടെങ്കിലും എനിക്കത് ചെയ്യണം. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ചില ആളുകൾ ഇവിടെ ഇബാദത്ത് എടുക്കുന്നത് സ്വർഗം വാങ്ങാനാ, ചില ആളുകൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് നരകത്തെ പേടിച്ചിട്ടാ, ഒരുത്തരും അങ്ങനെ ചെയ്യണ്ട. ചോദിച്ചു, പിന്നെന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ പൊരുത്തത്തിനാണോ ചെയ്യേണ്ടത്? അള്ളാന്റെ പൊരുത്തത്തിനാണോ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടത്? അല്ലാതെ നരകത്തെ പേടിച്ചുകൊണ്ടാകാൻ പാടില്ല. അതിന്റെ പേരാണ് ഇഖ്ലാസ്. അതാണ് അള്ളാഹുലേക്കുള്ള അടുപ്പം. അവിടെയാണ് അള്ളാനെ മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് എടുത്താൽ സ്വർഗത്തിലേക്കല്ലേ നമ്മുടെ ലക്ഷ്യം. ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ, നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്? എവിടെ നിന്ന് തുടങ്ങിയ ഓട്ടമാണ്? ഇത് എത്രാമത്തെ ലോകത്തിലാണ് നമ്മളുള്ളത്? അറിയുന്നവരെന്ന് പറഞ്ഞേ, എത്രാമത്തെ ലോകം പോലെ? ഇത് എത്രാമത്തെ ലോകമാണ്? എത്രാമത്തെ ലോകമാണ്? ലോകം 5. ലോകം 5 ലോകമാണ്. ആലമുൽ അർവാഹ്, ആലമുൽ അർഹാം, ആലമുൽ അജ്സാദ് അല്ലെങ്കിൽ അജ്സാം, ആലമുൽ ബർസഖ്, ആലമുൽ ആഖിറ. അപ്പൊ നമ്മൾ എത്രാമത്തെ ലോകത്തിലാ? ആഖിറത്തിലാ ഇരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാക്കളുടെ ലോകം ഉണ്ടായിരുന്നു. അതൊക്കെ വിശാലമായ ഒരു ലോകമാണ്. അതൊക്കെ പറഞ്ഞ നമ്മുടെ പിടുത്തം വിട്ടുപോകും. ഈ വിഷയത്തിൽ തന്നെ തെറിച്ചു പോകും.
ഞാനിപ്പോ പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും വേദിയിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവാം, ഞാൻ നിങ്ങളെയും കണ്ടിട്ടുണ്ടാകാം. അല്ലാതെ ഞാൻ നിങ്ങളെ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പൊ കണ്ടു? എന്തുകൊണ്ട് കണ്ടു? ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു. ആ ലോകത്ത് ആദം നബിയുടെ മുതുകിൽ അള്ളാഹു ജിബ്രീൽ ഒന്ന് തടകി കൊടുത്തപ്പോ ലോകം അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്റെയും റൂഹുകൾ പുറത്തേക്ക് വന്നു. ആ പുറത്തേക്ക് വന്ന റൂഹുകളോട് അള്ളാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണോ? എല്ലാ റൂഹുകളും പറഞ്ഞു, ഖാലൂ ബലാ, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. അള്ളാഹു പറഞ്ഞു, പോരാ, നിങ്ങൾ വാക്കുമാറാൻ സാധ്യതയുണ്ട്, രേഖാമൂലം എനിക്ക് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും പടച്ചവനാണ്, റബ്ബ് എന്ന്, സർവാധിനാഥനാണ്, സർവശക്തനാണ്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാണ്, സർവഗുണ സമ്പൂർണനാണ്, സർവജ്ഞനാണ് അല്ലാഹു എന്ന് എഴുതി കൊടുത്തു. ലോകത്തുള്ള എല്ലാവരും എഴുതി. ഫലസ്തീൻ മക്കളെ ചുട്ടരിക്കുന്ന ഇസ്രയേലിന്റെ ജൂത പരിശകൾ, ജൂത പിശാചുക്കൾ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ക്രൂരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കാർ, എല്ലാവനും എഴുതി കൊടുത്തു, ഞാൻ സമ്മതിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, നീ ഞങ്ങളുടെ റബ്ബ് തന്നെയാണ്. ആ എഗ്രിമെന്റ് പേപ്പർ എവിടെ ഉണ്ടെന്നറിയോ? എവിടെ ഉള്ളത്? ഞാൻ ഉള്ള കാര്യങ്ങളെ പറയുള്ളൂ. ആർക്ക് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഇപ്പൊ ചോദിക്കേണ്ട, കാരണം എനിക്ക് വിഷയം അവതരിപ്പിച്ച് തീർക്കാനുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ലൈവാണ്, മരിച്ചില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ രേഖ നിങ്ങളൊപ്പം കാണിച്ചു തരും. നമ്മൾ അള്ളാഹു ഏകനാണെന്നും അവൻ നമ്മുടെ റബ്ബാണെന്നും സമ്മതിച്ച സമ്മതപത്രം അള്ളാഹു എഴുതി വാങ്ങിയിട്ട് ആ സമ്മതപത്രം അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഹജറുൽ അസ്വദ് എന്ന ബ്ലാക്ക് സ്റ്റോൺ എന്ന വിശുദ്ധ കഅബാലയത്തിന്റെ മൂലയിൽ പിടിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിന്റെ ഉള്ളിലാണ് എന്ന് ഇന്നേ വരെ തമാശയ്ക്ക് പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലോകം മൊത്തം കാണാൻ ലൈവില് എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ കാണുന്നുണ്ട്. അതുകൊണ്ട് തള്ളി മറിക്കുന്നതൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ എന്താ ദുആരക്കുന്നത്? അല്ലാഹുമ്മ ഈമാനം ബിക് വ തസ്ദീഖൻ ബികിതാബിക് വ വഫാഅൻ ബി അഹദിക്. എന്തായി വഫാഅൻ ബി അഹദിക്? നിന്നോട് ചെയ്ത കരാറിന്റെ പൂർത്തീകരണമാണ് തമ്പുരാനെ. അതേത് കരാറ്? നീ ഞങ്ങളുടെ റബ്ബാണ് എന്ന കരാർ. ഖുർആന്റെ ആയത്തിന്റെ ഹദീസുകളിലും ആ തഫ്സീറുകളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ വെച്ച് ഏതൊക്കെ റൂഹുകൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ ആ റൂഹുകൾ ഈ ഭൂമിയിൽ വന്ന തമ്മിൽ കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വമാ തആറഫ മിൻഹു തുലിഫ വമാ തനാകറ മിൻഹു തുലിഫ. ആരൊക്കെ അവിടെ തമ്മിൽ കണ്ടോ ഇവിടെ വന്നാലും കാണും. അവിടെ ആരൊക്കെ തമ്മിൽ ഒന്ന് ഉരസിയിട്ടുണ്ടോ ഇവിടെ വന്നാൽ തമ്മിൽ അടിക്കും. അതിൽ യാതൊരു സംശയമില്ല. മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹുവിനോട് ഒരു ദിവസം പറഞ്ഞെന്താ? അലിയെ, എനിക്ക് ഒരുത്തനെ കണ്ട ഭയങ്കര ദേഷ്യമാണ്, എന്നാ പാവം എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ചില ആളുകളെ കണ്ടാൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, അവര് നാഴികയ്ക്ക് 40 വട്ടം എന്നെ ഉപദ്രവിക്കുന്നവരാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറെ, അത് ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു ചെറിയ ഒരസലാണ് അതിന്റെ പ്രശ്നത്തിന്റെ പിന്നിലെന്ന് അലി റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു എന്ന് കാണാൻ കഴിയുന്നു. അപ്പോ അവിടെ വെച്ച് നമ്മൾ കണ്ടു, എല്ലാരും കണ്ടു. അവിടെ കണ്ടവരൊക്കെ ഇവിടെയും കാണും. ഒരാളൊരു കല്യാണം കഴിച്ചാൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഇതെന്റെ തലവരെയാണ്, തലവിധിയാണ്, തലയിലെഴുത്താണ്. ഈ തലയിലെഴുത്തേതാ? അതാണ് അന്ന് അവിടെ വെച്ച് കണ്ടത്. ആ എഴുത്ത തലയിലെഴുത്ത് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ തലയിലായി പോയില്ലേ? അത് അങ്ങനെ ആവുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ആരൊക്കെ തമ്മിലും വേണ്ടി. ഇപ്പൊ എന്നോട് പോയാ ഹൈക്കോർട്ടിന്റെ വക്കീല് പോയാ? എവിടെ പോയി? ഉസ്താദ് ധൈര്യമായിട്ട് പ്രസംഗിച്ച ഞാൻ പുറകിലുണ്ടെന്ന് പറഞ്ഞിട്ട് സമയമാകുമ്പോ വലിഞ്ഞ കറക്റ്റ് വക്കീലിന്റെ സ്വഭാവം തന്നെയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൈക്കോടതി വക്കീലല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപയോഗപ്പെടും പിന്നീടായാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അവിടെ ആരൊക്കെ തമ്മിൽ കണ്ടോ അത് ഇവിടെ വന്നാലും കാണും. അവിടെ ആരൊക്കെ തമ്മിൽ കണ്ടില്ലയോ ഇവിടെ വന്നാൽ ഇലാ യൗമിൽ ഖിയാമ കാണൂല. നമ്മൾ ആരെങ്കിലും അമേരിക്കയിലുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെന്താ കാരണം? അവിടെ വെച്ച് കണ്ടിട്ടില്ല. എന്നാൽ അവിടെ കണ്ട ഏതെങ്കിലും അമേരിക്കക്കാരനുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ കണ്ടിരിക്കും. ഇത് ഹദീസാണ്, എന്റെ വാക്കുകളല്ല. അതാണ് ആലമുൽ അർവാഹ്. രണ്ടാമത്തെ ലോകം ഏതാ? ആലമുൽ അർഹാം, ഉമ്മയുടെ ഗർഭാശയം എന്ന ലോകം. രണ്ടാമത് നമ്മൾ വന്നത് അവിടെയാ.
ആ ഗർഭാശയ ലോകം 9 മാസം 10 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ലോകത്തിലേക്ക് നമ്മൾ വന്നു. ആ ലോകത്തിന്റെ പേര് ആലമുൽ അജ്സാം, ജിസ്മുകളുടെ ലോകം. ശരീരം, ബോഡി എല്ലാം ബോഡിയാ. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകാനുള്ളത് ആലമുൽ ബർസഖ്, 4ാമത്തെ ലോകം. ഓട്ടം നിൽക്കുന്നില്ല. അത് കഴിഞ്ഞാൽ 5ാമത്തെ ലോകമുണ്ട്, ആലമുൽ ആഖിറ. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം, അതിനപ്പുറത്ത് വേറെ ഇല്ല. ആഖിറം എന്ന് പറഞ്ഞാൽ അവസാനം, അതിനപ്പുറത്ത് വേറൊരു ലോകമില്ല. പക്ഷേ മുസൽമാനെ, നിനക്ക് അവിടെയും ഓട്ടം നിൽക്കുന്നില്ല. ആഖിറത്തിൽ നിനക്ക് അല്ലാഹു സ്വർഗമങ്ങ് തന്നാൽ, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗം നിനക്കല്ല തന്നാൽ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും, ഒരു ഹൃദയത്തിൽ ഇന്നേ വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം നിനക്ക് അല്ലാഹു അങ്ങ് തന്നാൽ നിനക്ക് ഓട്ടം നിൽക്കുന്നില്ല പൊന്നുമോരെ. അതാ പറഞ്ഞത്, സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യമെന്ന്. ഓട്ടം എവിടേക്കാണ് ഓടേണ്ടതെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു. ഫഫിറൂ ഇലല്ലാഹ്. സ്വർഗത്തിൽ ചെന്നാലും നിന്റെ ഓട്ടം നിൽക്കുന്നില്ല. സ്വർഗത്തിന്റെ അവകാശികളോട് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് കൊടുക്കുമ്പോൾ, എല്ലാ അനുഗ്രഹങ്ങളും അവന് വാരിക്കോരി കൊടുക്കുമ്പോൾ, കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ നീ അറിയണ്ട. എല്ലാം നിനക്ക് അല്ലാഹു തരുന്ന സ്വർഗമുണ്ടല്ലോ. സൽസബീലുണ്ട്, തസ്നീമുണ്ട്, കള്ളാറുണ്ട്, തേനാറുണ്ട്, പാലാറുണ്ട്. എല്ലാ സൗകര്യങ്ങളും നിനക്ക് അല്ലാഹു തരുമ്പോൾ അല്ലാഹു ചോദിക്കുന്നു, എന്റെ അബ്ദേ, എന്റെ ദാസ, എന്റെ പ്രിയപ്പെട്ട അടിമേ, ഇനി എന്തെങ്കിലും വേണോ? ഹദീസുകളിൽ കാണാം, യവൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇനി എന്തെനിക്ക് കിട്ടാനാ? കിട്ടാനുള്ളതൊക്കെ തന്നില്ലേ പടച്ചോനെ? കൊതിക്കുന്നതൊക്കെ എന്റെ മുന്നിലെത്തുന്നുണ്ടല്ലോ. ഒരു പഴം കഴിക്കണമെന്ന ചിന്ത വരുമ്പോൾ ഒരു മരത്തിൽ നിന്നൊരു പഴം പറിച്ചെടുക്കുകയാ. ആദ്യത്തെ കടിയുടെ രുചിയല്ല രണ്ടാമത്തെ കടിക്കുള്ളത്. ഒരു പഴത്തിന്റെ രുചിയല്ല അടുത്ത പഴത്തിനുള്ളത്. ഒരു കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത കൊലയുടെ പഴത്തിനുള്ളത്. ഒരു വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിനുള്ളത്. സഹോദരങ്ങളെ, കാണുമ്പോ ഒരുപോലിരിക്കും, പക്ഷേ അതിന്റെ രുചി വ്യത്യാസമാണ്. ആ സ്വർഗം ഇവന് കൊടുത്തു. എല്ലാം കാണുമ്പോ ഒരുപോലെ ഇരിക്കും, രുചി വ്യത്യാസമാണ്. സ്വർഗവും ദുനിയാവും തമ്മിലുള്ള വ്യത്യാസം അതാ. ഇത് കാണുമ്പോ ആപ്പിൾ പോലെ ഇരിക്കും, ഓറഞ്ച് പോലെ ഇരിക്കും, അല്ലേ? മുസംബി പോലെ ഇരിക്കും, പിന്നെ വാട്ടർ മെലൻ അത് അങ്ങനെ ഇരിക്കും. ഇതെല്ലാം പലതും പല മോഡലിലാണ്. പക്ഷെ ഏത് തിന്നാലും രുചി ഒരുപോലെയാ. പച്ചവെള്ളത്തിന്റെ ഒന്നിനും ടേസ്റ്റ് ഇല്ല. ആ സ്വർഗത്തിൽ അങ്ങനെയല്ല. സ്വർഗത്തിൽ കാണുമ്പോ എല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷേ രുചി വ്യത്യാസമാണ്. ഒരു കടി ഇങ്ങനെ കടിച്ചാൽ ആ രുചി വേറെയായി, ചേഞ്ച് വന്നു. അടുത്ത കടിക്ക് വേറൊരു ചുവയാണ്, വേറൊരു ടേസ്റ്റാണ്. അള്ളാഹുവിന്റെ സ്വർഗം ഇത്രയും ഒരാൾ അള്ളാഹ് കൊടുക്കുമ്പോ ഉണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, മതിയോ? ഇനി എന്താ വേണ്ടേ? അല്ലാഹുവേ, ഇനി എന്ത് കിട്ടാനാ? ഇത്രയൊക്കെ കിട്ടിയില്ലേ? ആ സമയത്താണ് അല്ലാഹു അവന്റെ ഹിജാബ് അങ്ങ് മാറ്റി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ആ പടച്ചവന്റെ ഹിജാബ് അങ്ങോട്ടങ്ങ് മാറ്റി കൊടുക്കുമ്പോ അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ കാണുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് അള്ളാന്റെ ലിഖാ കാണണമെങ്കിൽ അവൻ സ്വാലിഹായ അമൽ ചെയ്യണം. ശ്രദ്ധിക്കണം, എന്റെ കൂടെ വരണം, എന്റെ കൂടെ നിങ്ങളുടെ മൈൻഡ് വരണം. അള്ളാഹു പറഞ്ഞു, ആർക്കെങ്കിലും എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവന് സുഹൃതങ്ങൾ ചെയ്യണം. ചെയ്താലും മാത്രം പോരാ, ഒരു വസ്തുവിനെ പോലും അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. ഇതേത് പങ്ക് ചേർക്കല? ഇതേത് ശിർക്ക? ഏത് ശിർക്ക? വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിടുന്നതല്ല.
സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ മുമ്പിൽ ചെന്ന് കുമ്പിടുന്നതല്ല, അഗ്നി ആരാധിക്കുന്നതല്ല, 33 കോടി ദൈവങ്ങളെ പൂജിക്കുന്നതല്ല, കല്ല് മുതൽ കാഞ്ഞിര കുറ്റി വരെ, മുള്ളു മുതൽ മൂർഖം പാമ്പ് വരെ ആരാധിക്കുന്നതല്ല. ഏതാരാധനയാണിത്? ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കുൻ അസ്ഗർ, നോർമലി ശിർക്ക്. മൈനർ ശിർക്ക് അതേതാ? അരിയാ, ലോകമാന്യത, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോ അതെങ്ങനെ മനസ്സിലായി? സൽക്കർമ്മം ചെയ്യണം, ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ രണ്ടും വൈരുദ്ധ്യമാണ്. സൽക്കർമ്മം ചെയ്യുന്നവന് ശിർക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ സൽക്കർമ്മം ചെയ്തിട്ട് ഉടനെ നീ ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ ശിർക്ക് ഏതാ? ആളുകളെ കാണിക്കാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യരുതെന്നാണ് അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചവനെ കാണലാ നമ്മുടെ ലക്ഷ്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടലാ നമ്മുടെ ലക്ഷ്യം. ഓട്ടം അവിടെയാണ് നിൽക്കുക, അവിടം വരെയാണ് നമ്മൾ ഓടേണ്ടത്. അല്ലാതെ സ്വർഗത്തിലെത്തുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലും മലർക്ക് തുറക്കപ്പെടുമ്പോ ആഗ്രഹിച്ചത്, മോഹിച്ചത്, കാമിച്ചത്, ആഗ്രഹിച്ചത്, ഇഷ്ടപ്പെട്ടത്, കൊതിച്ചതെല്ലാം തന്റെ മുമ്പിൽ അധീനപ്പെടുമ്പോ എല്ലാം മറന്നിട്ടവനും മതിമറന്നു പോകലല്ല. പിന്നെയോ അവന്റെ ലക്ഷ്യം അവിടെയുമല്ല, അല്ലാഹു ിനെ കാണലാണ്. ഏത് പടച്ചവനാണ്, ഏത് പടച്ചവനാണ്? അവനെ സൃഷ്ടിച്ച അല്ലാ, അവനെ സംരക്ഷിച്ച അല്ലാ, അവനെ സംഹരിക്കുന്ന അല്ലാ, കല്ലെടുക്കിലെ പുൽക്കൊടിക്ക് പോലെ കുടുനീര് കൊടുക്കുന്ന അല്ലാ, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖഫി സുദൂർ, ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടം പോലും അറിയുന്ന അല്ലാ, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള ചലനങ്ങൾ അറിയുന്ന അല്ലാ, ഗതിവിഗതി അറിയുന്ന അല്ലാ. ആ പടച്ച തമ്പുരാനെ, ആ അല്ലാഹുവിനെ നമുക്ക് കാണാൻ പറ്റുകയാ. ആ റബ്ബിലേക്കുള്ള ഓട്ടത്തിന് വേണ്ടത് എന്താണ്? അത് ഇഖ്ലാസാണ്, നിഷ്കളങ്കതയാണ്, ആത്മാർത്ഥതയാണ്. അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെ ചേർത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള സ്വാലിഹീങ്ങളിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ആരെങ്കിലും 40 ദിവസം എണ്ണിപ്പടിച്ചോ, 40 ദിവസം ഏതെങ്കിലും ഒരാള്, ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് എടുത്താൽ, പക്ഷെ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, 35 ആവുമ്പോഴേക്ക് താഴെ വീട് പോകും. 40 ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടെ തബ്ലീഗ് ജമാഅത്ത് കൂടുതലല്ലേ? ജമാഅത്തിനോളാണല്ലേ? എത്ര ദിവസം ജമാഅത്ത്? 3 ദിവസം ഉണ്ടെന്ന് തോന്നല്ലേ? 40. എന്താ ഈ 40ന്റെ പ്രത്യേകത അറിയാവർക്ക്? 40ന്റെ പ്രത്യേകത എന്താണ്? ഈ 40ന്റെ പ്രത്യേകത എന്താണ്? ബീജക്കട്ടയായി ഉമ്മയുടെ ഉദരത്തിൽ 40 അല്ലേ? അങ്ങനല്ലേ? ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഗർഭാശയത്തിൽ 40 ദിവസം ബീജക്കട്ട, അലക്കത്ത്, പിന്നീട് നുത്ഫത്ത്, പിന്നീട് 40 ദിവസം രക്തക്കട്ട, അലക്കത്ത്, പിന്നെ 40 ദിവസം മാംസപിണ്ഡം, മാംസക്കട്ട, മുളകത്ത്. ഈ 40 പിന്നിടുമ്പോ എത്ര മാസമായി? 40 കഴിയുമ്പോ എത്ര മാസമായി? തിരുവനന്തപുരം ജില്ലയിൽ 4 മാസം. ഈ 4 മാസമാകുന്ന സമയത്താണ് റൂഹ് ഊതാൻ മലക്ക് വരുന്നത്. ഈ 3 ഘട്ടം കഴിയണം. ജമാഅത്തിന് പോകുന്നവർക്കറിയാം 40 ദിവസം. 40ന് വലിയ പ്രത്യേകതയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖിന് നുബുവത്ത് കിട്ടിയത് 40-ൽ. എല്ലാ പ്രവാചകന്മാർക്കും നുബുവത്ത് കിട്ടുന്നത് 40-ാമത്തെ വയസ്സിലാണ്. 40ന് വലിയ പ്രത്യേകതയാണ്. സൈക്കോളജി പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധി കൂടുതലാണ്, കുഴിയിൽ വീഴൂല. അതുവരെ എല്ലാ കുഴിയിലും വീഴും. 40 കഴിഞ്ഞാൽ പിന്നെ അവൻ നല്ല ഒരു മെച്ചൂരിറ്റിയായി. അവനെ ആർക്കും കുഴിയിൽ വീഴും, അവൻ കുഴിയിൽ വീഴ്ത്തും. അവൻ പിന്നെ പണി എന്താ? കുഴിയിൽ വീഴ്ത്തക്കോ. 40 കഴിഞ്ഞവൻ മറക്കം മൺ തട്ടിപ്പിന്റെ ആളുകളായിരിക്കും. കാരണം എന്താ? അതുവരെ അവൻ കുഴിയിൽ വീണ്, അവൻ കയറിയിട്ട് ബാക്കിയുള്ള കുഴിയിൽ വീഴുന്ന സമയമാണ് 40 കഴിഞ്ഞാൽ. 40ന് വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും 40 ദിവസം
ദിവസം ഇഖ്ലാസോടെ ഇബാദത്ത് എടുത്താ മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുകയാ മാ ഖുലസ അബ്ദുൻ ഖത്ത് 40 യൗമാ 40 ദിവസം നിങ്ങൾ എണ്ണിയെടുത്തോ 40 ദിവസം ആരെങ്കിലും ഇഖ്ലാസോടെ ഇബാദത്ത് എടുത്താൽ ഇല്ലാ നളറത് യനാബിഉൽ ഹിക്മതി ഇല്ലാ ലഹറത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അറിവ് പഠിക്കാൻ വേണ്ടി കാത്തിരുന്ന പ്രമുഖരായ സഹാബാക്കളിൽ ഏറ്റവും പ്രമുഖനായ സഹാബി പറയുകയാണ് 40 ദിവസം ആരെങ്കിലും ഒരാൾ ഇഖ്ലാസോടെ പണിയെടുത്താൽ ഇഖ്ലാസോടെ ഇബാദത്ത് എടുത്താൽ ഇല്ലാ ലഹറത്ത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി ഇലാ ലിസാനിഹി അവന്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് ഹിക്മത്തിന്റെ ഒഴുക്കുണ്ടാകുമെന്നാണ്. നിങ്ങളുടെ ജോലി എന്താ? കച്ചവടം. ഞാൻ പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ ചോദിച്ചു ഇവിടുത്തെ ഇമാമാണോ എന്ന് ചോദിച്ചു. അല്ല അങ്ങനെയല്ലേ ചോദിച്ചാ അല്ലേ? മുസ്ലിയാക്കന്മാരൊക്കെയാണ് അവിടുത്തെ കമ്മിറ്റി. സാറേ ഞാൻ മുസ്ലിയാരല്ല, എന്നോട് പറയാ ഞാനൊരു കച്ചവടക്കാരനാണ്, അതിപ്പോഴാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഞാൻ വേഷം കണ്ടിട്ട് പറഞ്ഞതാ, ഞാൻ ജമാഅത്തിന് പോകുന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇനിയിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാവണ്ട. അപ്പൊ അതാണ്, നമുക്ക് ഉണ്ടായാൽ എന്താ ഇല്ലെങ്കിൽ എന്താ, ഉള്ളത് ഹക്കാണ് പറയുന്നെങ്കിൽ ആര് പൊക്കിയാൽ എന്താ താഴ്ത്താൽ എന്താ, അതൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ദിവസം ജമാഅത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന ആൾ നല്ലല്ലോ സംസാരിക്കൂലേ? നല്ലത് പ്രസംഗിക്കൂലേ? 40 ദിവസം ഇഖ്ലാസോടുകൂടി ഒരാള് ഇബാദത്ത് എടുത്താൽ, തബ്ലീഗ് ജമാഅത്ത് 40 ദിവസം അവരെ കൊണ്ടുപോയി ഇഖ്ലാസ് പഠിപ്പിച്ച് അവരെ മുഖ്ലിസീങ്ങളാക്കി തിരിച്ചു കൊണ്ടുവരുമ്പോ പള്ളിയിലെ ഇമാമിനെക്കാളും നല്ലപോലെ പ്രസംഗിക്കും തിരിച്ചു വരുന്ന ആള്. കച്ചവടക്കാരനാവാം, തൊഴിലാളിയാവാം, മുതലാളിയാവാം, ഡോക്ടറാവാം, വക്കീലാവാം, എഞ്ചിനീയർ ആകാം, എന്തോ ആവാം. 40 ദിവസം ആര് ഇഖ്ലാസോടെ ഇബാദത്ത് എടുക്കും? നിങ്ങൾ ദർസിൽ പഠിക്കണ്ട, നിങ്ങൾ കോളേജിൽ പഠിക്കണ്ട, നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണ്ട. 40 ദിവസം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നിങ്ങൾക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയോ? ഇതെന്റെ വാക്കല്ല, മക്ഹൂൽ റളിയല്ലാഹു അൻഹു പറയാണ്, 40 ദിവസം ഇഖ്ലാസോടുകൂടി ഇബാദത്ത് എടുക്കുന്ന ഒരാളുടെ ഖൽബിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിക്മത്ത് ഒഴിച്ചു കൊടുക്കും. അത് നാവിലൂടെ പുറത്തു വരും, നാവിലൂടെ പുറത്തു വരും. ദർസിൽ പഠിക്കണ്ട. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ദർസിൽ പഠിച്ച ആളല്ല, കിതാബ് ഓതി പഠിച്ച ആളല്ല. ലുഖ്മാനുൽ ഹക്കീം ഹിക്മത്തിന്റെ ആളായിരുന്നു ലുഖ്മാൻ റളിയല്ലാഹു അൻഹു. ബാത്റൂമിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടില്ലേ നമ്മുടെ നാടുകളിൽ? തലമറച്ച് കയറുക, ഇടതുകാല് വെച്ച് കയറുക, ഇടതുവശം ചെരിഞ്ഞിരിക്കുക, ചൊല്ലേണ്ട പ്രാർത്ഥന ചൊല്ലുക, മൂത്രത്തിൽ തുപ്പാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, ദീർഘനേരം ഇരിക്കാതിരിക്കുക, വലത് കാലുകൊണ്ട് പുറത്തിറങ്ങുക, ചൊല്ലേണ്ട ദുആ ചെയ്യുക. ഇത്രയൊക്കെ ചില പള്ളികൾ എഴുതി വെച്ചിട്ടില്ലേ? ഏഴംകുളത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ബാത്റൂമിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് തുടങ്ങിയതാ? ഇതെന്ന് തുടങ്ങിയതാ? കമ്മറ്റിക്കാരൊക്കെ തലയ്ക്ക് സുഖമില്ലാത്തോണ്ട് എഴുതി വെച്ചതല്ല. ഇത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായിരുന്നപ്പോൾ തന്റെ യജമാനൻ ബാത്റൂമിൽ കയറിയിട്ട് ദീർഘനേരം ഇരുന്നപ്പോൾ ഈ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഈ പ്രിയപ്പെട്ട യജമാനൻ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബാസൂർ ഉണ്ടാകും, ദീർഘനേരം ബാത്റൂമിനകത്തിരുന്ന ബാസൂർ ഉണ്ടാവും. ബാസൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ പരസ്യം? മൂലക്കുരു. അത് പിടിപെടും, അത് പിടിപെടും. മാനസിക രോഗമുണ്ടാകും, വിഷാദ രോഗം പിടിപെടും. അതുകൊണ്ട് നിങ്ങൾ ദീർഘനേരം ബാത്റൂമിനകത്ത് കയറി ഇരിക്കരുത്. രാവിലെ ഒരു സിഗരറ്റും കയ്യിൽ കത്തിച്ച് പിടിച്ച് ഒരു ദിനപത്രവുമായിട്ട് നേരെ ബാത്റൂമിൽ കയറി യൂറോപ്യൻ ക്ലോസറ്റ് ഇരുന്നാൽ 9 മണി വരെ ഇരിക്കും. മുഴുവൻ പത്രത്തിന്റെ എല്ലാ വാർത്തകളും വായിച്ച്, ഈ ചെയിൻ സർവീസ് പോലെയാ, ഒരു സിഗരറ്റ് കഴിഞ്ഞ് അടുത്ത കത്തിക്കുക, അതിൽ നിന്ന് തന്നെ കൊളുത്തും. അപ്പൊ ഇങ്ങനെ കൊളുത്തി ഇരുന്ന് 9 മണി വരെ മുഴുവൻ പത്രവും വായിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. നിനക്ക് മാനസിക രോഗം വരും, ഇല്ലെങ്കിൽ നിനക്ക് മൂലക്കുരു പിടിപെടും. ഇത് എന്റെ വാക്കല്ല, ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ വാക്ക. എവിടെന്നാ ഇത് പഠിച്ചത്? അദ്ദേഹം യൂണിവേഴ്സിറ്റി പഠിച്ച ആളല്ല, അദ്ദേഹം അള്ളാഹു ഹിക്മത്ത് കൊടുത്ത് ആദരിച്ച മഹാനാണ്. അദ്ദേഹത്തെ പറ്റി ഇൻഷാ അല്ലാഹ് മുമ്പ് സമയങ്ങളിലൊക്കെ ഞാൻ ഈ ലൈവ് മുസീബത്ത് തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഞാൻ പ്രസംഗിച്ചതാ, മുമ്പ് പല വേദികളിലും. അപ്പോ ആ വേദികളിൽ പറഞ്ഞത് ഇത് ലൈവായിട്ട് ആരും കേട്ടിട്ടില്ല, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്താത്തത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഒരു വേദിയിൽ ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ പറ്റിയിട്ട് മാത്രം ഒരു പ്രസംഗം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നത്, ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു യജമാനോട് ഇത് പറഞ്ഞപ്പോ യജമാനൻ പറഞ്ഞ എന്താണെന്നറിയോ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇത് കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞു പുറത്ത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ കരിക്കട്ട എടുത്തിട്ട് ബാത്റൂമിന്റെ പുറത്ത് എഴുതി വെച്ചു. അന്ന് തുടങ്ങിയതാ ഈ എഴുത്ത്.
അന്ന് തുടങ്ങിയതാണ് ഈ എഴുത്ത്. ചില ബാത്റൂമിന്റെ ഫ്രണ്ടിൽ പള്ളികളിൽ പോയി നോക്കാം, ആദാബുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നല്ലതാ. പള്ളി കയറുമ്പോൾ ദുആ എഴുതി വെക്കണം. മറന്നു പോകുന്നു കയറുമ്പോ സഹജമായി അങ്ങ് ചൊല്ലിക്കോളും. വീട്ടില് എത്രയോ വീടുകളിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പിന്നെ ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ആ കുട്ടികളെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടുണ്ടാവും ബാത്റൂമിൽ കയറുമ്പോൾ ഉള്ള ദുആ. തിരിച്ചിറങ്ങുമ്പോൾ ദുആ വെളിയിൽ തന്നെ വെക്കണം, അകത്തൊട്ടിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഏതായിരുന്നാലും ഇതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേയും സഹജമായി ചെയ്തു പോകും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനെ ഹിക്മത്താണ് അല്ലാഹു കൊടുത്തത്. ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതല്ല, ഹിക്മത്താണ് അല്ലാഹു കൊടുത്തത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഹിക്മത്ത് അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കാൻ 40 ദിവസത്തെ ഇഖ്ലാസുള്ള അമൽ മതി എന്ന് മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു പറയുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു തആല രാത്രി വൈകിയാലും നമസ്കാരമാണ്, പാതിരാത്രി എഴുന്നേറ്റ് നമസ്കാരമാണ്, ആരും കാണാതെ ഒറ്റയ്ക്ക് നിന്ന് നമസ്കാരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരേ ഒരു ഇബാദത്തായി നമസ്കാരം മാത്രം ഇങ്ങനെ നിസ്കരിച്ച് റുകൂഇന് ദൈർഘ്യം കൂട്ടി, സുജൂദിന് ദൈർഘ്യം കൂട്ടി, ഇഅ്തിദാലും ഖിയാമും അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളും വളരെ ഭംഗിയായി കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കാതെ നല്ല നിലയിൽ നമസ്കരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബൂ ലൈല റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കുകയാ. പാതിരാത്രിയുടെ നിശബ്ദതയിലാണ്, അല്ലാഹു അല്ലാതെ വേറെ ആരും കാണുന്നില്ല. ആ സമയത്ത് യാദൃച്ഛികമായി ആരെങ്കിലും ഒന്ന് കയറി വന്നാ അബൂ ലൈല റളിയല്ലാഹു തആല അൻഹു ഉറങ്ങുന്നത് പോലെ അങ്ങ് കിടക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. ആളുകൾ കയറി വരുന്ന ആള് വന്നിട്ട് പറയുന്നത്, ഇതെന്തോരുറക്കമാണ്, ഇതെന്തോരുറക്കമാണ്, എന്തിനായി മനുഷ്യരിങ്ങനെ സമയം നഷ്ടപ്പെടുത്തി കളയുന്നത്, എന്തിനാണ് സമയം വേസ്റ്റാക്കുന്നത്, എഴുന്നേറ്റ് ഇബാദത്തെടുത്തൂടെ എന്ന് നല്ല മനുഷ്യരാണ് പറയുന്നത്. പക്ഷെ അവരറിയുന്നില്ലല്ലോ, ഒരു സൃഷ്ടിയുടെ കണ്ണെത്തിയപ്പോൾ, ഒരു സൃഷ്ടിയുടെ സമീപത്തായപ്പോൾ അള്ളാഹുവിന്റെ മുന്നിലുള്ള സുജൂദ് ഒഴിവാക്കിയിട്ട് ഉറങ്ങും പോലെ അഭിനയിക്കുന്നതാണെന്ന് അവർക്കറിയില്ല. വാരി കൂട്ടുകയാ സഹോദരങ്ങളെ, വാരി കൂട്ടുകയാണ് പ്രിയപ്പെട്ടവരെ. ഇബാദത്തുകളിലൂടെ പ്രതിഫലം വാരിക്കൂട്ടുകയാണ്. അവർ സ്വർഗം മോഹിച്ചവരല്ല, നരകം പേടിച്ചവരല്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എന്റെ അള്ളാന്റെ പൊരുത്തം എനിക്ക് വേണം, എന്റെ റബ്ബിന്റെ തൃപ്തി എനിക്ക് വേണമെന്ന ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ എന്റെ ഏഴംകുളത്തുകാരോട് പറയുകയാണ്, കൊട്ട പോലെ ചെയ്തുകൊണ്ട് പോണ്ട, വലിയ വലിയ ടോറസിൽ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റുന്ന അമലുകളൊന്നും വേണ്ട, ഒരുപാട് ടിപ്പർ ലോറി വിളിച്ചിട്ട് കൊണ്ടുപോകാനുള്ള അമലുകളൊന്നും വേണ്ട, ഗുഡ്സ് വാഹനത്തിൽ കൊണ്ടുപോകേണ്ട അമലുകളൊന്നും വേണ്ട. ഒരു കൈമുറുക്കി പിടിച്ചാൽ അതിനകത്തുള്ള അമല് മതി, ആ അമല് നന്നായാൽ മതി, ഇഖ്ലാസ് ഉള്ളതായാൽ മതി. എന്തിനാണ് മനുഷ്യ നമ്മളെ ഈ ലോകത്തേക്ക് അല്ലാഹു അയച്ചതെന്നറിയോ? സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതുന്ന സൂറത്താണല്ലോ. സൂറത്തുൽ മുൽക്ക് വിർദുകളിൽ പെട്ടതാണല്ലോ. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതാൻ മറക്കല്ലേ. ഒരു മയ്യത്ത് ഖബറടക്കിയാൽ ആ ഖബറടക്കുന്ന മയ്യത്തിന്റെ അവസാനത്തെ മീസാൻ കല്ലും നാട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മക്കളോടാ പറയുന്നത്, ബന്ധുക്കളോടാ പറയുന്നത്, ഖബറിന്റെ മുമ്പിൽ നിന്നെല്ലാം കഴിഞ്ഞെന്ന് കരുതിയിട്ട് പോകല്ലേ, അവിടെ നിന്ന് സൂറത്തുൽ മുൽക്ക് ഓതണേ. ആ ഖബറിന്റെ ചോദ്യം ലഘൂകരിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരാ, വെറുതുപോലെ എല്ലാ ദിവസവും നമ്മൾ ഓതുന്ന സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് ആരംഭം കുറിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? ഏഴംകുളത്തുകാര് 101 വയസ്സ് വരെ ജീവിച്ചിരിക്കണമെന്നല്ല പറയുന്നത്. 101 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ആ കാലം അത്രയും ഇബാദത്തെടുത്താൽ അത് പുണ്യം തന്നെയാണ്. അത്രയും തസ്ബീഹ് ചൊല്ലാമല്ലോ, അത്രയും തഹ്ലീൽ ചൊല്ലാമല്ലോ, അത്രയും തക്ബീർ ചൊല്ലാമല്ലോ. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സെക്കൻഡാണ് നമ്മൾ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു മണിക്കൂറാണ് ജീവിച്ചിരുന്നത്. ആ മണിക്കൂർ ഒന്നിൽ ഇഖ്ലാസോടെ നല്ല അമലുകൾ ചെയ്താൽ അല്ലാഹ് പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ
ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഖുർആൻ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ ഇറങ്ങണം. ആ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ ഊളിയിട്ട് ഇറങ്ങിയിട്ട് ഖുർആനിന്റെ അകക്കാമ്പ് ഉത്സാരം പൊട്ടറിയാൻ നമുക്ക് കഴിയണം സഹോദരാ. അല്ല പറഞ്ഞത് എന്താണ്? പടച്ചവൻ അനുഗ്രഹീതനാണ്, അവനാണ് ആകാശഭൂമികളെ സംവിധാനിച്ചത്. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു, അവൻ ആരെന്നറിയോ? അല്ലദീ ഖലഖൽ മൗത, അവരാണ് മരണത്തെ സൃഷ്ടിച്ചത്. വൽ ഹയാത്ത, ജീവിതത്തെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചതെന്നറിയോ? എന്തിനാണ് ഏഴംകുളത്തെന്ന പത്തനംതിട്ടയുടെ ഏഴംകുളത്ത് നിങ്ങളെ അല്ലാഹു എന്തിനാ അയച്ചതെന്നറിയോ? നിസാര കാര്യം വരുമ്പോ ആത്മഹത്യ ചെയ്യാനല്ല മുസ്ലിം ചെറുപ്പക്കാരാ. ജീവിതത്തോട് മടുക്കുമ്പോൾ, ജീവിതം വളരെ പ്രയാസമാണെന്ന് തോന്നുമ്പോ, കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ, മാനസികമായ പിരിമുറുക്കം വരുമ്പോ, അല്ലെങ്കിൽ പ്രണയിച്ച ഒരു പെണ്ണിട്ടിട്ട് പോകുമ്പോ, അല്ലെങ്കിൽ പ്രണയിച്ച തന്റെ കാമുകൻ ഉപേക്ഷിച്ചു പോകുമ്പോ, എന്തിനാണ് ഒരു കഷ്ണം കയറെടുത്തിട്ട് നീ മരച്ചില്ലയിൽ തൂങ്ങിയാടുന്നത്? എന്തിനാണ് വിഷം കഴിച്ചിട്ട് നീ മരിക്കുന്നത്? എന്തിനാണ് പൊന്നുമോനെ കിണറിലേക്ക് എടുത്തു ചാടിയിട്ട് നിന്റെ ജീവിതം ഓമിക്കുന്നത്? എന്തിനാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്? അന്തസ്സോടെ നട്ടെല്ല് നിവർത്തിയിട്ട് ചതിച്ചവന്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കലാ വേണ്ടത്. മരണത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. അല്ലാഹു പറയുന്നു, എന്തിനാ മരണത്തെ നിങ്ങൾക്ക് തന്നത്? എന്തിനാ ജീവിതത്തെ നിങ്ങൾക്ക് അല്ലാഹു തന്നത്? ഒരു ചെറിയ ടെസ്റ്റ് ഡോസാ. അല്ല പറയുന്ന ഒരു പരീക്ഷണശാലയാ ഈ ദുനിയാവെന്ന് പറയുന്ന ഒരു പരീക്ഷഹാളാ. അല്ലാഹു പറയുന്നു, ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്ത് പരീക്ഷയാണ് അല്ലാഹു നടത്തുന്നത്? അല്ലാഹു തന്നെ പറയുന്നു, അയ്യുക്കും അഹ്സനു അമലാ, ആര് ഏറ്റവും നല്ലത് ചെയ്തെന്ന് നോക്കാനാ. ഖുർആൻ പഠിക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കുകയാ. ഖുർആൻ പഠിക്കുന്നവരെ ആഴ്ചയിൽ ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ഇവിടെ ഖുർആന്റെ ക്ലാസ് പുരുഷന്മാർക്കുണ്ടല്ലോ. ശനിയും ഞായറും തിങ്കളും ചൊവ്വയും 4 വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ്സാണ് അല്ലേ അല്ലേ? ശനി ഞായർ പുരുഷന്മാരൊക്കെ നല്ല സജീവമാവുന്നുണ്ടോ? അൽഹംദുലില്ലാ. സത്യം പറയാലോ, ചെറുപ്പക്കാര് വരും ഇൻഷാ അല്ലാഹ്. ചെറുപ്പക്കാര് വരണം, വരും മഗ്രിബിന് ശേഷം. ചെറുപ്പക്കാര് നമ്മുടെ ദീനിന്റെ കാവൽ ഭടന്മാരാണ്. ഞാനേ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോ ഞാൻ കുറ്റപ്പെടുത്തല്ല, എന്റെ വാക്കുകൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും മാപ്പാക്കുക. ഞാൻ പറയുന്നത് ഹക്കാണ്. പ്രായമുള്ള ആളുകൾ അവരാണ് എല്ലാം. അള്ളാഹു ഈ ഭൂമി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങളും അമ്മിഞ്ഞ പാൽ നുകരും യതീം മക്കളും മൈതാനിയിൽ മേയുന്ന കാലിമൃഗങ്ങളും ഇല്ലേ അദാബ് തലയ്ക്കുമീതെ ചൊരിഞ്ഞതും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അല്ലാഹുവേ വണങ്ങുന്ന വൃദ്ധജനങ്ങളും അമ്മിഞ്ഞ പാൽ നുകരുന്ന യതീം മക്കളും മൈതാനിയിൽ മേഞ്ഞുന്ന കാലിമൃഗങ്ങളും അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് വരുമായിരുന്നു. അത് വരാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഒന്ന്, താടിയും മുടിയും നരച്ച വൃദ്ധന്മാരുള്ളത് കൊണ്ട്. അള്ളാഹുവിന് ഏത് പള്ളിയിലാ പോയി നോക്കുക, കുറെ കളവന്മാര് മാത്രം കാണും. അതാ ഉസ്താദ് പറഞ്ഞത്, ഇവിടെ വൃദ്ധന്മാര് മാത്രമേ വരുന്നുള്ളൂ. അമ്മിഞ്ഞപ്പാ കുടിക്കുന്ന കുറെ മക്കളുള്ളത് കൊണ്ടാ. മൈതാനിയിൽ മേഞ്ഞടക്കുന്ന പശുവും കാളയും എരുമയും പോത്തും ആടും കോഴിയും പറവയും പാറ്റയൊക്കെ ഉള്ളത് കൊണ്ടാ. ഇല്ലെങ്കിൽ അള്ളാഹു എപ്പോഴേ ആകാശത്ത് ഇടിച്ചിറക്കിയിട്ട് നിങ്ങളെ നശിപ്പിച്ചേനെ. അത്രയും വലിയ തിന്മകളല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കുറെ പ്രായമുള്ള ആളുകളെ കൊണ്ടാ ലോകം നിലനിൽക്കുന്നത്. പക്ഷേ പ്രായമുള്ള ആളുകളെ കൊണ്ട് മാത്രം ഒന്നും നടക്കൂല. അതുകൊണ്ടാ പ്രായമുള്ള ഇബ്രാഹിം നബി പ്രായം കുറഞ്ഞ ഇസ്മായിൽ നബിയുടെ കൈ പിടിച്ചപ്പോ
കഅബ ഉണ്ടായി. പ്രായമുള്ള ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായ ഇസ്ഹാഖ് നബിയുടെ കൈപിടിച്ചപ്പോൾ ഇന്ന് ഇസ്രയേലികൾ ചുട്ടരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരിക്കലും നടക്കില്ല, പ്രകൃതി പോലും നിങ്ങൾക്കെതിരാണ് എന്ന് ഹദീസുകളിലൂടെ മനസ്സിലാകുന്ന ഏതൊരു പള്ളിയുടെ മോചനത്തിനു വേണ്ടി പോരാടുന്നു ഖുദ്സ്, ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഫലസ്തീൻ. ആ പള്ളി ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും കൂടെ വെച്ചതാണ്. കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റിന് ഡിവൈഎഫ്ഐ ഉണ്ട്, ബിജെപിക്ക് യുവമോർച്ച അല്ലേ അതുണ്ട്, പിന്നെ ഏതാ സമസ്തക്ക് SYS ഉണ്ട്, അഖിലേന്ത്യാ സുന്നിക്കും SYS ഉണ്ട്, ദക്ഷിണക്ക് KMYF ഉണ്ട്, സംസ്ഥാനക്കും എന്തോ ഉണ്ട് അല്ലെ, എന്റെ ഷോർട്ട് ഫോം എനിക്കറിയില്ല. ഏതിനുണ്ട് യുവാക്കൾക്ക് ഒരു പ്രത്യേക പരിഗണന. യുവാക്കളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. യുവാക്കൾ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, വലിയൊരു ആദരവാണ് അള്ളാഹു തന്നത്. ഇപ്പൊ അറിയില്ല ഇതിന്റെ വില. നമ്മളൊക്കെ യുവത്വത്തിൽ നിന്ന് മാറാൻ പോവുക. എനിക്കിപ്പോ 38-39 വയസ്സായി. ഒരു മനുഷ്യന്റെ ശൈശവം 2 വയസ്സ് വരെയാണ്. ശൈശവം 2 വയസ്സ് വരെ, 2 വയസ്സ് മുതൽ ഏകദേശം 9-10 വയസ്സ് വരെയാണ് ബാല്യം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തിയാവുന്നത് വരെ കൗമാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യുവത്വം ആരംഭിക്കുക 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. 41 വയസ്സ് ആളുകൾ ഇപ്പോഴും യുവാക്കളെന്നും പറഞ്ഞിരിക്കരുത്. 40 വയസ്സ് വരെയാണ് യുവത്വം ഉള്ളത്. 40ാമത്തെ വയസ്സ് പോലെ പിന്നെ മർത്തവ മാറുക, ഷയൂഖ്. ഫലമ്മ ബലഗ ശുദ്ധത്തിന്റെ പ്രായം 40 വയസ്സാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു എന്താ പറഞ്ഞത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് ചെയ്യുന്നതെന്നറിയാനാണ് ഈ ലോകത്ത് അല്ലാഹു വിട്ടത്. അല്ലാഹു പറഞ്ഞില്ല, എന്തു പറഞ്ഞില്ല? ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമലാ. നിങ്ങളിൽ ആരാണ് ധാരാളം ചെയ്തതെന്ന് അല്ലാഹു പറഞ്ഞില്ലല്ലോ. അക്സറു അമലാ എന്ന് അല്ലാഹു പറയാതെ അല്ലാഹു പറഞ്ഞത് അഹ്സനു അമലാ. ഒത്തിരി വേണ്ട, ഇത്തിരി മതി, അത് കാതലായാ മതി എന്ന്. ഒത്തിരി ഒന്നും ആരും ചെയ്യണ്ട, ഇത്തിരി മതി, പക്ഷെ അത് കാതലായിരിക്കണം. ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമലാ എന്നല്ല അല്ലാഹു പറഞ്ഞത്. ആരൊത്തിരി ചെയ്തു അല്ലാഹുക്ക് നോട്ടേ ഇല്ല. ആരിത്തിരി ചെയ്തു അത് ഇഖ്ലാസ് ഉണ്ടോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. എണ്ണത്തിൽ ചെറുതാകാം, പക്ഷേ വണ്ണത്തിൽ അത് വലുതാണ്. നിങ്ങൾ ചെയ്യുന്നത് ചെറുതാണ്, നിങ്ങൾ ചെയ്യുന്നത് കുറഞ്ഞതാണ്, പക്ഷെ അതിന് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ആ അമലിന് നിങ്ങൾക്ക് കുറഞ്ഞതായാലും മതിയെന്ന് പഠിപ്പിച്ചത് ഈ ലോകത്ത് നിയമങ്ങൾ പഠിപ്പിച്ച ശരീഅ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് ഒരുപാടൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ചെയ്യുന്നത് കൃത്യമാകണം, ചെയ്യുന്നത് നല്ലതാകണം. ആ ചെയ്യുന്ന അമലുകളാണ് അല്ലാഹു നോക്കുന്നത്. അതിനായി ഈ ലോകത്തേക്ക് നമ്മളെ നിയോഗിച്ചത്. മാത്രമല്ല, അതേ അല്ലാഹുക്ക് വേണ്ടി രാജാവിന്റെ മുന്നിൽ ഒരാളെ കൊണ്ടുവന്ന് ഒരു സമ്മാനം കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരാള് സമ്മാനം വെച്ച്. എന്താ സമ്മാനം? തിരുമുൽ കാഴ്ച. രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച ഈ സാധനത്തിന് ന്യൂനതകളുണ്ട്. കുറെ ആപ്പിൾ ഒരാൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടില് ഇപ്പൊ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചതിൽ ന്യൂനത ഉണ്ടെങ്കിൽ രാജാവ് ഇഷ്ടപ്പെടൂല, അവനെ പിടിച്ച് തുറുങ്കിലടക്കേ ഉള്ളൂ. രാജാവിനെ കളിയാക്കണോ എന്ന് ചോദിച്ചിട്ട് ചീഞ്ഞളി എന്തെങ്കിലും കൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ കാഴ്ചവെച്ചാൽ രാജാവിന് ഇഷ്ടം വരുമോ? രാജാവ് ചെയ്യുന്നത് എന്താ? പിടിച്ച് നേരെ തുറുങ്കിലടക്കും. അവനെ പിന്നെ പുറം ലോകം കാണൂല. ഇതല്ലേ ചെയ്യുന്നത്. ഇനി നീ കൊടുത്തില്ലെങ്കിലോ രാജാവിനൊന്നുമില്ല. നീ കൊടുത്ത നല്ലതാണെങ്കിലോ രാജാവിന്റെ സ്നേഹം നിനക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നു, ആ അതിഥികൾ 2 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ പോട്ടെ 10 കിലോ ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു. നമ്മൾ എന്തൊരു സൽക്കാരമായിരിക്കും. ഇത്രയൊക്കെ മനസ്സ് കാണിച്ചല്ലോ, പക്ഷെ അതിൽ ഒരെണ്ണം പോലും നല്ലതില്ല. എല്ലാം ചീഞ്ഞതും എല്ലാം പൊഴുത്തതും എല്ലാം പഴകിയതും കേടുവന്നതുമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? പോകുമ്പോ പറയും, ഇത് ഇടാൻ, വേസ്റ്റ് ഇടാൻ ഇവിടെ സ്ഥലമില്ല, അളിയൻ പോകുമ്പോ ഇതിവിടെ കൊണ്ടുപോയി വഴിയിലും കളഞ്ഞേച്ചാൽ മതി എന്ന് പറയും. ഇതല്ലേ നമ്മൾ പറയാ? ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? എന്നാൽ കൊണ്ടുവന്ന ഒരാള്, വന്ന ഒരാള് ഒരൊറ്റ ഒരാപ്പിള് കയ്യിൽ കരുതി അത് കൊണ്ടുവന്ന് വീട്ടുകാരന്റെ കയ്യിൽ കൊടുത്തു. ഒരെണ്ണം ഞാൻ വാങ്ങി നിനക്ക് തിന്നാൻ.
അത് നല്ലതാണെങ്കിൽ അതൊരെണ്ണം പോരെ. അതാണ് പ്രിയപ്പെട്ടവരെ, പടച്ചവന് ചീഞ്ഞത് വേണ്ട. അള്ളാഹു സ്വീകരിക്കുന്നതും പരിശുദ്ധമായതാണ്, അള്ളാഹു സ്വീകരിക്കുന്നതും അഹ്സനാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, എന്താണ് റസൂലേ ഈമാൻ എന്നൊന്ന് പറഞ്ഞു തരുവോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഇഖ്ലാസു ലില്ലാഹ്. അത് നിഷ്കളങ്കതയാണ്, അത് ഇഖ്ലാസാണ്, അത് അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള കാര്യമാണ്. ലാ യഖ്ബലുല്ലാഹു മിനൽ അഅമാലി ഇല്ലാ മാ കാന ഖാലിസാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നത് എല്ലാം സ്വീകരിക്കൂല. ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്നത് അല്ലാഹുക്ക് വേണ്ട. ഓടിപ്പടച്ചു വന്നിട്ടുള്ള നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. എങ്ങനെയെങ്കിലും ആളുകളെ ഫസാദും ഫിത്നയും പറയുന്ന നോമ്പ് അല്ലാഹുക്ക് വേണ്ട. സദഖ കൊടുത്തിട്ട് എടുത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, കൊടുത്തിട്ട് എടുത്തു പറയലും വേദനിപ്പിക്കലും സഹോദരങ്ങളെ അത് അല്ലാഹു സ്വീകരിക്കാത്തതാ. അല്ലാഹു സ്വീകരിക്കുന്നത് ഏതാണ്? അത് ഏറ്റവും അഹ്സനായത്. അതുകൊണ്ടാണ് സഹോദരാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലാ യഖ്ബലുല്ലാഹു മിനൽ അഅമാലി ഇല്ലാ മാ കാന ഖാലിസാ. നിഷ്കളങ്കമായി ചെയ്യുന്നത് മാത്രമേ അല്ലാഹുക്ക് വേണ്ടി. എന്തിനായി ലോകത്തേക്ക് അല്ലാഹു നമ്മളെ അയച്ചതെന്നറിയോ? അല്ലാഹു പറഞ്ഞല്ലോ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു ഈ ലോകത്തേക്ക് നമ്മളെ അയച്ചത് എന്തിനാണെന്ന് സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. എന്തിനായി ലോകത്തേക്ക് അല്ലാഹു നമ്മളെ അയച്ചത്? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് റബ്ബിന്റെ കൽപ്പന വന്നത്. എങ്ങനത്തെ ഇബാദത്താണ്? മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോട് കൂടിയിട്ട് വേണം ഇബാദത്ത് എടുക്കാൻ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, കൈകെട്ടിക്കഴിഞ്ഞാൽ, നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ? ഇവിടെ ഹനഫിയല്ലേ? ഹനഫിയല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് ചിലപ്പോ ശരിയാവണമെന്നില്ല. ഷാഫി ഇവിടെ കൈകെട്ടിയത് എന്താ പറയാ? സന അല്ലേ? സന അല്ലേ? ഷാഫി മദ്ഹബ് അനുസരിച്ച് കൈകെട്ടി കഴിഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ്. ഹനഫി മദ്ഹബ് പ്രകാരം സനാ ഇതാണല്ലോ. കൈകെട്ടിട്ട് പറയുന്നത് എന്താ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിന്റെ അർത്ഥം എന്താ? എന്താണ് ഇതിന്റെ അർത്ഥം? വജ്ജഹതു വജ്ഹിയ ലില്ലദീ. നിങ്ങൾക്കിത് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരണം കുറയ്ക്കുകയാ. പക്ഷെ എന്നെ കാണുന്നവർ ശാഫിഈ മദ്ഹബുകാരുണ്ടല്ലോ, അല്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, ഹനഫി മദ്ഹബുകാർക്ക് വേറെ അല്ലാഹ് ഇല്ല, എല്ലാവർക്കും ഒരേ ഒരു അല്ലാഹ് തന്നെയാണ്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹുവിലേക്കാണ് എന്റെ മുഖം ഞാൻ തിരിക്കുന്നത്. ലോകത്തുള്ള ഒരൊറ്റ ധിക്കാരികളുടെ നേരെ എന്റെ മുഖം തിരിക്കൂല. ഒരുത്തന്റെ കോട്ടക്കൊപ്പളപ്പിന്റെ മുമ്പിലും എന്റെ ശിരസ് കൊണ്ട് ഞാൻ കുനിക്കുകയില്ല. ഒരുത്തന്റെ മുമ്പിൽ ഞാൻ എന്റെ ശിരസ് കുനിക്കില്ല, എന്റെ മുഖം ഞാൻ തിരിക്കില്ല. തിരിക്കുന്നെങ്കിൽ എന്റെ അല്ലാഹു മാത്രമാണ്. വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഞാൻ മുസ്ലിമാണെന്ന് മാത്രമല്ല ഹനീഫും കൂടിയാ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജുമാനസനാണ്, വളവുകളൊന്നുമില്ല. അങ്ങോട്ട് ചായലില്ല, ഇങ്ങോട്ട് ചായലില്ല, അങ്ങോട്ട് വളയലില്ല, ഇങ്ങോട്ട് തിരിയലില്ല. നേരായ പാത, ഋജുവായ പാത, സിറാത്തുൽ മുസ്തഖീം, നേരായ പാത. വളവുകൾ, സൈഡിലുള്ള വരകളെല്ലാം വളവുള്ളതാണ്. അതിൽ പോയാൽ വളഞ്ഞു പോകും, സംശയമില്ല. അതിലുള്ളതെല്ലാം വിളയന്മാരാണ്. പക്ഷേ നേരായ പാത ഇസ്ലാമിന്റെ പാത. എന്നിട്ട് പറയുന്നു, ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, എന്റെ മറ്റുള്ള ഇബാദത്തുകൾ, വമഹ്യായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം എന്റെ റബ്ബിന് വേണ്ടി ഉള്ളതാണ് എന്നൊരു മനുഷ്യൻ കൈകെട്ടി പറയുന്നല്ലോ.
സഹോദരങ്ങളെ, എന്റെ ജീവിതവും മരണവും ഒക്കെ അതാണ് അള്ളാഹനെ അറിയാനുള്ള മാർഗം. എന്റെ ഒന്നും വേറെ ആർക്കുമില്ല. മഹാനായ ഇമാം മാവറദി റഹിമഹുല്ലാ ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥം എഴുതി, ഹദീസിന്റെ തഫ്സീറിന്റെ ഒരു ഗ്രന്ഥം എഴുതി, ഫിഖ്ഹിന്റെയും തഫ്സീറിന്റെയും ഗ്രന്ഥങ്ങൾ രചിച്ചു. പക്ഷെ ലോകത്താർക്കും കാണിച്ചു കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരാളെയും അത് കാണിച്ചില്ല. ഇമാം മാവറദി റഹിമഹുല്ലാ തഫ്സീറിന്റെ കനപ്പെട്ട ഗ്രന്ഥം എഴുതി, കർമ്മശാസ്ത്രത്തിന്റെ വിലപ്പെട്ട ഗ്രന്ഥം എഴുതി, എന്നിട്ടൊരു മഖ്ലൂക്കിനെയും കാണിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് തന്റെ വിശ്വസ്തനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നീ അതങ്ങ് പ്രചരിപ്പിക്കണം. ഞാൻ മരിച്ചുപോയാൽ നിനക്ക് തോന്നും ഇഖ്ലാസോട് കൂടിയാണ് എഴുതിയതെന്ന്. എങ്കിൽ നീ അതിനെ പ്രചരിപ്പിക്കണം, എല്ലാവർക്കും കൊടുക്കണം. അല്ലെങ്കിൽ കടലിലേക്ക് വലിച്ചെറിഞ്ഞേക്കണം, ആർക്കും വേണ്ട. ഞാൻ മരിക്കുമ്പോ ഞാൻ ഇപ്പറയും നാള് കഷ്ടപ്പെട്ട് എഴുതിയ ഫിഖ്ഹിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഇഖ്ലാസോട് കൂടിയാണെന്ന് നിനക്ക് തോന്നിയാൽ മോനെ നീ അത് പ്രചരിപ്പിക്കണം, പ്രസിദ്ധീകരിക്കണം, ലോകം പഠിക്കട്ടെ. അതല്ല, എനിക്ക് ഇഖ്ലാസ് ഇല്ലെന്ന് നിനക്ക് തോന്നിയാൽ ദജ്ലാ കടലിലേക്ക് നീ അതിനെ വലിച്ചെറിഞ്ഞേക്കണം, അതാവശ്യമില്ല. അങ്ങനെയാണ് മഹാരഥന്മാരായ മുന്നോറുകൾ ജീവിച്ചത്. അങ്ങനെയാണ് മുൻഗാമികൾ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ ഒരു അടുപ്പത്തിന് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടി പണിപ്പെട്ടത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് തരട്ടെ.